ഹായ്. അപ്പൊ നമ്മുടെ തയ്യൽ ക്ലാസ് 4ാമത്തെ ക്ലാസ് നമ്മൾ തുടങ്ങാണ്. അപ്പൊ ഇന്ന് മുന്നേ നമ്മളൊരു അമ്പർല പാവാട അലാസ്റ്റിക് ഇട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മള് പാവാട ഹുക്ക് വെക്കാൻ, പട്ട അടിച്ച് ഹുക്ക് വെക്കാനായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ശരീരത്തിന് അളവെടുത്ത് എങ്ങനെ തയ്ക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ഒരാളുടെ അളവ് പിടിക്കുമ്പോ ഈ പൊക്കളിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ അളവ് പിടിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ലെങ്ത് പിടിക്കും. ഒരു അരപ്പാവാടയാണ് തയ്ക്കുന്ന, മുട്ടിന് താഴെ 1 ഇഞ്ച് ഇറക്കം മതി. 9 ഇഞ്ച് ഇറക്കത്തിലും അരവണ്ണം നമ്മൾ എപ്പോഴും ഇത് പിടിക്കും. ലൂസ് പിടിക്കുമ്പോൾ നമ്മൾ ഒരു വിരല് ഗ്യാപ്പിൽ പിടിക്കണം കേട്ടാ. പൊക്കിള് നേരെ 18 ഇഞ്ച് ഇതിങ്ങനെ ഒരു വിരല് ഗ്യാപ്പിൽ പിടിക്കുക. 18 ഇഞ്ച് അരവണ്ണം, 9 ഇഞ്ച് ലെങ്ത്, അതാണ് നമ്മുടെ അളവ്. ഇത് നമുക്ക് 1 മീറ്റർ കൊണ്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ കിടക്കുന്ന ഒരു തുണി കഷ്ണാണ്, അതുകൊണ്ട് ഞാനിപ്പോ തയ്ക്കാം. വെട്ട് തുണി കിടക്കുന്നതാണ്. തുണി 4ആയിട്ട് മടക്കാം. നമുക്ക് നല്ല വിരിഞ്ഞ അമ്പർല കിട്ടണമെങ്കിൽ 4 മടക്കിയിട്ട് തയ്ക്കുമ്പോഴാണ് വെട്ടുമ്പോഴാണ് നമുക്ക് വിരിഞ്ഞ അമ്പർല കിട്ടുള്ളൂ കേട്ടാ. 4 മടക്കിയിട്ടു. ഈ മടക്കിന്റെ ഈ കോർണർ ഭാഗം അതിനോടത്ത് നമ്മള് അരവണ്ണം പിടിക്കുക. അപ്പൊ അരവണ്ണത്തിന് നമ്മൾ എപ്പോഴും പറയുന്ന വേസ്റ്റ് ബൈ 6, അതായത് വേസ്റ്റ് എന്ന് പറയുന്നത് 18/6, 6 18 3. അപ്പൊ ഈ 3 ഇഞ്ചാണ് നമുക്ക് പാവാടയിൽ അരവണ്ണം വെക്കേണ്ടത് കേട്ടാ. അത് ഈ കോർണറിൽ നിന്നാണ് നമുക്കിത് വെക്കാം. കോർണറിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിങ്ങനെ റൗണ്ട് ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഈ അറ്റത്തൊക്കെ 3 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്താം. അതിനെ നമ്മളൊരു റൗണ്ട് ആക്കി എടുക്കാം. ഇനി ഈ 3 ഇഞ്ചിന് വേണം നമുക്ക് ലെങ്ത്. 9 ഇഞ്ച് ഇറക്കം പറഞ്ഞത് 9 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തണം. കാരണം നമുക്കത് മുകളില് തയ്യൽ തുമ്പ് പോവും, അടി മടക്കി അടിക്കുമ്പോൾ തയ്യൽ തുമ്പ് പോവും. അപ്പൊ അതില് ഇറക്കത്തിലൊട്ടും കുറയ്ക്കേണ്ട, കറക്റ്റ് 9 ഇഞ്ച് തന്നെ നമ്മള് അടയാളപ്പെടുത്താം. അതിങ്ങനെ റൗണ്ട് ആക്കി എടുക്കാം കേട്ടാ. ഇതിപ്പോ നമ്മളിത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മള് കട്ട് ചെയ്തെടുക്കാം കേട്ടാ. കട്ട് ചെയ്ത് നമുക്ക് ഇത് തയ്ക്കാൻ നോക്കാം. ഇതിപ്പോ കട്ട് ചെയ്തു. ഇനി ഇതിന്റെ അരവണ്ണം ഇതാണ് നമുക്ക് പാവാട കിട്ടിക്കണം. അമ്പർല പടം ഫുള്ള് വിരിവില് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പട്ട വെച്ച് അടിക്കണം. അത് ഇവിടെ ആദ്യം ഒരു 2 ഇഞ്ച് കട്ട് ചെയ്യാം കേട്ടാ. ഇനി നമുക്കിതിനെ പട്ട വെട്ടിയെടുക്കണം. അതൊക്കെ നമ്മൾ മുന്നേത്തെ പറഞ്ഞിരിക്കണ പോലെ തന്നെയാണ്. ഇത് അളന്നിട്ട് അതിലും വിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാം. 11 ഇഞ്ച് 22 ഇഞ്ചാണ് ഇതിന്റെ അരവണ്ണം കിട്ടിയേക്കുന്നത് നമുക്ക്. അപ്പൊ ഈ 22 ഇഞ്ചിലും 1 ഇഞ്ച് കൂട്ടി 23 ഇഞ്ചിലും നമ്മള് പട്ട വെട്ടിയെടുക്കാം കേട്ടോ. നാല് ഇഞ്ച് വീതിയില് നമ്മള് പട്ട വെട്ടണ കേട്ടാ. 4 ഇഞ്ച് വീതിയില് 22 ഇഞ്ച് 23 ഇഞ്ച് നീളത്തില് പട്ട വെട്ട. അപ്പൊ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി തയ്ക്കാം. ഇത് പാർട്ട് നമ്മൾ 2 ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ ഇടുന്നത്. കാരണം ലെങ്ത് കൂടുമ്പോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ട് നമ്മൾ ഇത് ഇടാൻ പോകുന്നത്. സ്റ്റിച്ചിങ് വേറെ പാർട്ടായിട്ട് ഇടാം. ഇതിപ്പോ കട്ടിങ് കഴിഞ്ഞ് ഈ ഡെമ്മീരെ അളവിനാണ് നമ്മളിപ്പോ ഈ പാവാട വെട്ടിയിരിക്കുന്നത്. ഇതിനെ ഇനി നമ്മള് തയ്ക്കാം. ഇതിപ്പോ ഒരു പാർട്ടായിട്ട് ഇടാം കേട്ടാ. സ്റ്റിച്ചിങ് അടുത്ത പാർട്ടായിട്ട് ഇടാം. ഓക്കെ.